വൈപ്പിനിലെ എടവനക്കാട് മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. ഈ വൈപ്പിൻ പറവൂർ പാത ഉപരോധിച്ചിപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. കടലാക്രമണം തടയാൻ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ. അടിച്ചമർത്താൻ നോക്കേണ്ട, അടിച്ചമർത്താൻ നോക്കേണ്ട, അടിച്ചമർത്താൻ നോക്കേണ്ട. എസ് രാഗിനാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. രാഗിൻ, ഇതിപ്പോൾ വലിയൊരു പ്രശ്നമാണ്. കാലങ്ങളായിട്ട് എല്ലാ മഴക്കാലത്തും ഈ പ്രശ്നം അവിടെയുള്ള ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയല്ല, പല പ്രദേശങ്ങളിലും. അല്പസമയം മുമ്പ് ആദ്യത്തിനും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മളടുത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങും. അവർക്കും ജീവിക്കണം. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണോ? എന്തെല്ലാം ആവശ്യങ്ങൾ മുന്നിലേക്ക് വെക്കുന്നു? എടവനക്കാട് മേഖലയിൽ ഇപ്പോഴും പ്രതിഷേധമുണ്ട്. കാരണം അണിയിൽ കടപ്പുറം മുതൽ ചാത്തങ്ങാട് ബീച്ച് വരെയുള്ള ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി ശക്തമായിട്ടുള്ള കടലാക്രമണമാണ് നിലനിൽക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ അത് രൂക്ഷമായിരുന്നു. ഏകദേശം 50ഓളം വീടുകളിൽ വെള്ളം കയറിയിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ വീട്ട് സാധനങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായി പോയിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധം നടന്നത്. ഇപ്പോഴും പ്രതിഷേധമുണ്ട്. നേരത്തെ ഈ വർഷകാലത്തിന് മുൻപായി തന്നെ ഇക്കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ കാര്യമായ ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല. അവിടെ കടൽ ഭിത്തി എന്ന് പറയുന്ന കല്ലുകൊണ്ടുള്ള ഇതുണ്ട്, പക്ഷെ അത് ഇടിഞ്ഞു താഴുന്ന അവസ്ഥയിലാണ്. അത് കഴിഞ്ഞ കുറെ നാളുകളായി അങ്ങനെയാണ്. പക്ഷേ കാലവർഷം തുടങ്ങുന്നതിന് മുൻപായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കുറച്ച് ജിയോ ബാഗുകൾ കൊണ്ടുപോയി അവിടെ ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഫലം ഉണ്ടായിട്ടില്ല. ഈ ചെല്ലാനം ഭാഗത്തൊക്കെ ചെയ്തതുപോലെ ടെട്രാപോഡ് നിർമ്മാണം, അല്ലെങ്കിൽ സുശക്തമായിട്ടുള്ള കടൽ ഭിത്തി, അല്ലെങ്കിൽ പുലിമുട്ട്, ഇതാണ് ശാശ്വതമായിട്ടുള്ള പരിഹാര മാർഗം. ഇതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ കടലാക്രമണം ഇത്രയും രൂക്ഷമാകുന്നത്. മാത്രമല്ല, ശക്തമായിട്ടുള്ള ഉയർന്ന തിരമാലകളാണ് വന്നത്. വലിയ കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ദുരിതം തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിഷേധവുമായി ജനങ്ങൾ അവിടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോഴും ആ സമരവും പ്രതിഷേധവും തുടരുകയാണ്. ശരി, നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കനത്ത പ്രതിഷേധമാണ് അവിടെയുള്ളത്. എടവനക്കാടാണ് ജനങ്ങൾ ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. വലിയ രീതിയിലുള്ള കടലേറ്റമൊക്കെ ഉണ്ടാകുന്ന പ്രദേശമാണ്. ഇതുവരെയും ഒരു നടപടി അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. എസ് രാഗിനാണ്